കുട്ടികളുണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ ഫൈൻ. ബോർഡ് കാണൂലോ? ഉണ്ട്. ആ ടുവേർഡ്സ് എൻഡ് കാണില്ല, റൈറ്റ് സൈഡ് കാണുന്നില്ല. ഒരു ഓക്കെ, കാണാം. കാണൂലോ? കാണാം. ഞാൻ കുറച്ച് ഓരോ ക്വസ്റ്റ്യൻ ഇതല്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, 36th question. കിട്ടിയ ആർക്കെങ്കിലും അത്? x is equal to y raised to a ആണ്. പവർ ആയതുകൊണ്ടാണ് അവർ അങ്ങനെ എഴുതിക്കണേ. x is equal to y raised to a, y is equal to z raised to b, and z is equal to x raised to c. പവർ എഴുതിക്കേണ്ടതാണ്, അത് പ്രിന്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരിക. ഇരിക്കുന്നത് എങ്കിൽ എ ബി സിയുടെ വില കണ്ടുപിടിക്കുക. x is equal to y raised to a, y equal to z raised to b, z is equal to x raised to c. So you have to find the value of, find a, b, c. Okay, നമുക്ക് ചെയ്യാൻ കിട്ടുമോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. കിട്ടിക്കഴിഞ്ഞ ആൻസർ ഇട്ടോളൂ. ഒന്നുകിൽ അൺമ്യൂട്ട് ചെയ്ത ആൻസർ പറയാം, അല്ലെങ്കിൽ യു ക്യാൻ ചാറ്റ് ബോക്സിൽ ഇടാം. പറഞ്ഞോളൂ. Somebody was trying to answer it. എയും ബിയും സിയും എല്ലാം തന്നെ പവർ ആയിട്ടാണ് കിടക്കണേ അല്ലേ? സോ പവർ ആയിട്ട് കിടക്കുമ്പോ പവറിന്റെ ആൻസർ കിട്ടണമെങ്കിൽ വി ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ്. ബേസിനെ ഇക്വേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പവർ ഓർ ഇൻഡെക്സ് y raised to a, b, c are all powers of y raised to x in terms of y raised to a, y, z raised to b, z, x raised to c. നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് പോവാം. y raised to a, y പറഞ്ഞ എന്താ? z raised to b അല്ലേ? z raised to b the whole raised to a raised to b the whole raised to n is z raised to b a. ഇനി z പറഞ്ഞ x raised to c ആണ്. x raised to c the whole raised to b a. x equal to ഇപ്പൊ എന്തായി? x raised to a b c. c b a എന്ന് പറഞ്ഞാലും a b c പറഞ്ഞാലും ഒന്നായി. രണ്ടും പവർ ഒന്നായി. x equal to x raised to a b c. വെറുതെ x പറഞ്ഞാൽ x raised to 1 എന്നാണ് അർത്ഥം. x raised to 1 is x raised to a b c, which implies a b c equal to 1. ലോസ് ആൻഡ് ഇൻഡിസേഴ്സ് സേർട്സ് ഉണ്ട് നിങ്ങൾക്ക്, നിങ്ങളുടെ പോർഷനിൽ ഉള്ളതാണ്, വരാൻ ചാൻസ് ഉള്ള തരം ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് അതിനെ മാറ്റാനുള്ള വഴി. എക്സ്പ്രസ് എവറിത്തിങ് സെയിം ബേസ് ആക്കാൻ നോക്കുക. സെയിം ബേസ് ആക്കിയാൽ നമുക്ക് ഇൻഡെക്സ് ഇക്വേറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 36th ക്വസ്റ്റ്യൻ ആണത്. ഇത് ക്ലിയർ ആയെങ്കിൽ, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയൂ, ചില ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് go to the next question. ഒന്നുകൂടി പറയോ മാം ആദ്യത്തെ ഭാഗം? ആദ്യത്തെ ഭാഗം എന്താ വെച്ചാല് x is equal to y, ഇത് നമുക്ക് തന്നിരിക്കുന്നതാ. അവർക്ക് സൈൻ ഇട്ട് തന്നിരിക്കുന്ന, അപ്പാരറ്റ് തന്നിരിക്കുന്ന, it has to be written as a power. y raised to a, y is z raised to b, z is x raised to c. കാണാൻ പറഞ്ഞിരിക്കുന്ന എ ബി സി ആണ്. ഇവിടെ എയും ബിയും സിയും എല്ലാം ഓരോന്നിന്റെ പവർ ആയിട്ട് നിൽക്കണേ. ഇത് ബേസ് y ബേസ് a പവർ, z ബേസ് b പവർ, x ബേസ് c പവർ. അതിനെ ഒരു കോമൺ പാർട്ടിലേക്ക് കൊണ്ടുവരാതെ നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. So what we do is x is y raised to a, but y is given as z raised to b. Replace y by z raised to b. Y ക്ക് പകരം z raised to b എഴുതി. What is given there? Then a raised to b the whole raised to c.
A raised to B. A raised to M, the whole raised to N. A raised to M, N. Law of indices നമുക്ക് പഠിക്കണം. ഇങ്ങനെ ഒരു റൂൾ ഉണ്ട്. A raised to M, the whole raised to N is A raised to M. ആ ഒരു ഇത് മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യണുള്ളൂ. So X raised to PA. Now Z. ഇവിടെ X ഉം ഇവിടെ Z ആണ്. We have to bring the base to X. Then we can equate. So Z is given as X raised to C. So replace Z by X raised to C. X raised to C, the whole raised to be A. Again, same rule we will apply over here. X raised to ABC. X equal to X raised to ABC. Now base being C, both cases, base is X. We can equate the indices. ABC is 1. Is it okay? Okay. ചില ക്വസ്റ്റിന് വേറെ ഇതൊന്നുമില്ല. We have to go by this method only. ഇൻഡിസസിന് ചെയ്യാനുള്ളത് ഇതാണോ, നമുക്കൊന്ന് റീറൈറ്റ് ചെയ്ത് അതിനെ ഒരു ഇതിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ ഇവിടെ ചെയ്യുന്ന പേപ്പർ, ഐ തിങ്ക് യു ആർ റൈറ്റിംഗ് ഇറ്റ് ഡൗൺ അലോങ് വിത്ത് ദ ക്ലാസ്. ഒന്നും കൂടെ ഒന്ന് ചെയ്തു പഠിക്കൂ. ഇതൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ദീസ് ആർ ഫിൽറ്ററിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ചെയ്യാൻ കുറച്ചേ ഉള്ളൂ, പക്ഷെ അത്യാവശ്യം ഒരു abstractness ഫോം ചെയ്യുകയും ചെയ്യാം. Now next question, 2 raised to X is cube root ആണ് അവിടെ ഇട്ടിരിക്കുന്നത്. അവരവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. It is cube root of 32. 2 raised to X is cube root of 32. Cube root of 32 എന്ന് പറഞ്ഞാൽ 32 the whole raised to 1/3. Square root എന്ന് പറഞ്ഞാൽ something. Square root of A is A raised to 1/2. Cube root of 32 is 32 the whole raised to 1/2. Now, നമ്മളുടെ ബേസ് ഇവിടെ 2 raised to X ആണ്. We have to find X. Try ചെയ്ത് നോക്കൂ. We have to make the base same. ഇപ്പുറത്തുള്ള ബേസിനെ ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. റൈറ്റ് സൈഡിൽ നമുക്ക് ചോയ്സ് ഇല്ല. ഇറ്റ് ഇസ് ഓൾറെഡി ഗിവൺ as 2. So can we express 32 in terms of 2? Five by 3, ma'am. Right. Good. 5/3. Correct answer ആണ്. So 32 can be expressed as 2 raised to 5. 2 multiplied 5 times is 32. The whole raised to 1/3. Again, നമ്മൾ A raised to M. The whole raised to N rule you see him. A raised to M, N. So this become 2 raised to 5/3. 2 raised to X is 2 raised to 5/3. Base are same. Equate X is equal to 5. That's it. ഒരുപാട് കാൽക്കുലേഷൻ ഒന്നും ഇല്ലാത്തൊരു നല്ല ചോദ്യം. ഒരുപാട് കാൽക്കുലേഷൻ ഒന്നും ഇല്ല, പക്ഷെ we can do and get the answer fast. Clear ആയോ? No. ഇത് ക്ലിയർ ആണോ? Anybody needs explanation? Clear. Okay, fine. Go to the next question. നിങ്ങളോട് ഒരു question, നിങ്ങൾക്ക് ഐഡന്റിറ്റീസ് ഒക്കെ അറിയാലോ. A plus B the whole square, A minus B the whole square, ആ basic laws. Then law of indices. അറിയോ? കുറച്ചൊക്കെ അറിയാം. കുറച്ചൊക്കെ അറിയാം. That's fine. അത് നമുക്കൊന്ന് പഠിക്കണം കേട്ടോ. ഒന്നുമില്ല, വെറുതെ കുറച്ച് ഐഡന്റിറ്റീസ് ഉള്ളു. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഐ പുട്ട് ദാറ്റ്. അതൊരു റൂള് പോലെ ഞാൻ ഇടാം നിങ്ങൾക്ക്. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വി ക്യാൻ അഗെയിൻ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇന്ന് ഞാൻ എടുത്തു വെച്ചിട്ടില്ല. ഇന്ന് ആവറേജിന്റെ കുറച്ച് ആരോ കഴിഞ്ഞ ക്ലാസ്സിൽ സംശയം ചോദിച്ചിരുന്നില്ലേ? ആവറേജ് നമ്മൾ എങ്ങനെയാണ് ഒറ്റ ഇതില് വിത്തൗട്ട് ഡൂയിങ് എനി എക്സസൈസ് പെൻസിൽ വർക്ക് വി ആർ എസ്റ്റിമേറ്റിംഗ് ദ ആൻസർ. അതിന്റെ ഒരു 3-4 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ദാറ്റ് Shikul will share you after the class. So after that, maybe tomorrow morning I'll give you some. അത് കുറച്ച് law and പഠിക്കാനുള്ളത് തന്നെയാണ്. A raised to M into A raised to N, A raised to M plus N. അല്ലാതെ അതിനകത്തൊന്നും ചെയ്യില്ല.
അതിനെ അപ്ലൈ ചെയ്യാണ്ടാവും ആ റൂള് പഠിച്ചിട്ട്. ഓക്കെ, 38th ക്വസ്റ്റ്യൻ. അതിനകത്ത് ഇതുപോലെ ലോ ഓഫ് ഇൻഡിസസ് അല്ല, ഐഡന്റിറ്റി ഉണ്ട്. നമ്മൾ ഐഡന്റിറ്റി പഠിക്കും. a plus b the whole square is a square plus 2ab plus b square. എഴുതിക്കോളൂ ഇപ്പൊ വേണമെങ്കിൽ. a minus b the whole square is a square minus 2a plus b square. അതിന്റെ തേർഡ് ഐഡന്റിറ്റി ആണ് a square minus b square is a plus b into a minus b. എപ്പോഴും ആവശ്യം വരുന്നൊരു ഐഡന്റിറ്റി, യൂസ്ഫുൾ ഐഡന്റിറ്റി ആണ്, അത് നമുക്ക് ആവശ്യമുണ്ട്. സോ വി ഹാവ് ടു യൂസ് ദാറ്റ്. ഇവിടെ എന്താ ചെയ്യാനുള്ളത്? എക്സ് സ്ക്വയർ മൈനസ് 1, എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് പ്ലസ് 1 ഈസ് 4. ട്രൈ ചെയ്ത് നോക്ക്, കിട്ടുമോ? എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 4. ഫൈൻഡ് എക്സ് ആണ് ചോദ്യം. So x square minus 1 in open cheya, x plus 1 into x minus 1 by x plus 1 equal to 4. The cancel koi x minus 1 4, x equal to 5. No, okay, very innocent question. I will give you hands mark as well as time. Only thing we should know the identity. A square minus b square no varna. We should be able to know how to open it as a plus b into a minus b. Very simple ആയിട്ടുള്ള ചോദ്യം. Now next one, വർഗം എന്ന് പറഞ്ഞ സ്ക്വയർ ആണെന്ന് വിചാരിക്കണം. 3 എണ്ണൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം, ദാറ്റ്സ് റേഷ്യോ തന്നിട്ടുണ്ട്. ഇതിന്റെ സ്ക്വയറിന്റെ തുക മീൻസ് വർഗങ്ങൾ പറഞ്ഞ സ്ക്വയറിന്റെ തുക 464. സംഖ്യകളുടെ തുക കാണുക. ചെയ്ത് നോക്കൂ. അത് വെറുതെ റേഷ്യോ പ്രൊപ്പോർഷന്റെ ഒരു ഇതുണ്ട് ആപ്ലിക്കേഷൻ. 2:3:4 ആണെച്ചാൽ it comes out as 2x, 3x, 4x because we know that common factor has been cancelled and ratio will be expressed in the lowest terms. So open it as 2x, 3x, 4x. പിന്നെ അവർ പറഞ്ഞത് ചെയ്യാം. സ്ക്വയറിന്റെ സം എന്ന് പറഞ്ഞാൽ 2x the whole square plus 3x the whole square plus 4x the whole square is given as 460. Right, 36. Good. 36. 2:3:4 will be opened as 2x, 3x, 4x. ഇതിന്റെ സ്ക്വയർ 4x square. സം കാണാൻ പറഞ്ഞിട്ടുണ്ട് 9x square plus 16x square is നമുക്ക് തന്നിരിക്കുന്നത്. It is given as 464. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 29x square is 464. X square is 464 by 29. We'll go 16 times. X square is 16. X ന് 2 വാല്യൂ ഉണ്ട്, പ്ലസ് ഓർ മൈനസ് 4 ഉണ്ട്. പക്ഷെ we take only 4. റേഷ്യോയിൽ നമ്മൾ 4 മാത്രമേ എടുക്കുള്ളൂ. എപ്പോഴും സ്ക്വയർ വാല്യൂ എക്സ് സ്ക്വയർ ഈസ് 16 പറഞ്ഞ എക്സ് വിൽ ഹാവ് 2 വാല്യൂസ്. അവിടെ തെറ്റിക്കരുത്. നമുക്ക് ഇവിടെ എണ്ണൽ സംഖ്യ ആയോണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് അത് വളരെ ക്ലിയർ ആയിട്ട്. കൗണ്ടിങ് നമ്പേഴ്സ് എപ്പോഴും സ്റ്റാർട്ട്സ് ഫ്രം 1 and they are all positive numbers. Since they have given you the permission in the question itself, they have said it is counting numbers, so we can leave this value of x as -4. It implies 4. So now for the added 2x plus 3x plus 4x is 9x or 9 into 4, 36. ഞാനിത് സ്ട്രെസ് ചെയ്ത് പറയുന്നത് എപ്പോഴെങ്കിലും എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 പറഞ്ഞ എക്സിന് 2 വാല്യൂ ഉണ്ട്. ചില ചോദ്യങ്ങൾ കാണാറുണ്ട്. ഈ ഗ്രൂപ്പ് ഒരു മിക്സ് ഗ്രൂപ്പ് ആയതുകൊണ്ട് സോ
ഒരു ഡാറ്റ സഫീഷ്യൻസിയിൽ തരികയാണ് എക്സ് ഈസ് റൂട്ട് ഓഫ് 16, എക്സ് സ്ക്വയർ ഈസ് വൈ സ്ക്വയർ ഈസ് 16 പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്തായാലും +4 ആയിരിക്കും. വൈ വിൽ ഹാവ് 2 വാല്യൂ +n-4. ഇങ്ങനെ നിങ്ങളിപ്പോ PSC മാത്രം എഴുതുന്നവരല്ലല്ലോ, മറ്റുള്ള ഗ്രൂപ്പിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവിടെ കൺഫ്യൂസ് ചെയ്യരുത്. ഇതുപോലത്തെ ചോദ്യം ഡാറ്റ സഫീഷ്യൻസിയിൽ കാണാറുണ്ട്. എക്സ് റൂട്ട് 16 എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾ റിയൽ നമ്പേഴ്സ്. എക്സിന് +4 മാത്രമേ വാല്യൂ ഉള്ളൂ. But when you say the same thing in a different way, y square is 16, y will have two values, say +4 and -4. Both will give you +16. So in x and y ne compare cheyanengil y will be x is greater than or equal to y. Data sufficiency ചെയ്തവർക്ക് അറിയാം. ഇങ്ങനെ ചില ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് PSCക്ക് വരില്ല, പക്ഷെ ഞാൻ ഇത് വന്നപ്പോൾ പറയണതാണ്. ഇറ്റ് ഇസ് എ മിക്സ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇവിടെ തെറ്റിക്കാതെ എടുക്കണം. വൈ വി ആർ ലീവിങ് ദാറ്റ് മൈനസ് സൈൻ എന്ന് നിങ്ങൾ അറിയണം. വെറുതെ ചെയ്യരുത് ഒരു കാര്യം. അടുത്തത് 40 മെൻസുറേഷന്റെ ചോദ്യമാണ്. ക്യൂബിന്റെ വോളിയം എന്താ വരിക? സൈഡ് എ ഉള്ള ക്യൂബിന്റെ വോളിയം എ ക്യൂബ്. ഇതെന്തായിരിക്കും? 1331. യെസ്. അപ്പോ ഒരു ഡിഫോൾട്ട് കണ്ടീഷനിൽ ഒരു 30-35 വരെയുള്ള സ്ക്വയറും ഒരു 12 വരെയുള്ള എന്റെ ക്യൂബ് പഠിക്കണം, ടേബിൾസ് പഠിക്കണം. സോ 11 ക്യൂബ് 1331. അടുത്തത് നമുക്ക് അഗെയിൻ ഒരു റീസണിങ്ങിന്റെ ചോദ്യമാണ്. റീസണിങ് and that it is a classification, odd man out. ക്യൂബിന്റെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? എനിവൺ ഹാസ് ഡൗട്ട്? Volume of a cube is 11 cube. A cube side എല്ലാം സെയിം ആയിരിക്കും, എഡ്ജ് എല്ലാം സെയിം ആയിരിക്കും, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം സെയിം ആയിട്ടുള്ള ഒരു സോളിഡ് ഫിഗർ, 3-dimensional ഫിഗർ ആണ് ക്യൂബ്. So the volume will be A into A into A. If anyone has doubt, please tell me right now, or we can go to the next question. Question number 41. Clear ആയില്ല. Clear ആയിട്ടുണ്ട്. Okay, ma'am. Okay. Let's go to the next question. Classification question. (24, 27, 31, 33, 36). What is the odd number over there? 31. 31. The rest are all composite numbers. 31 is a prime number. Right, good. Next, ഒരു നല്ല ചോദ്യമാണ്. എപ്പോഴും വരുന്ന ഒരു ചോദ്യം, ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. മാം ഒരു ഡൗട്ട്. ഓ, ചോദിച്ചോളൂ. അതില് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഭാജ്യസംഖ്യ എന്നാണോ ഉദ്ദേശിച്ചത്? ഭാജ്യസംഖ്യയാണോ? എനിക്ക് ഫുൾ മലയാളത്തിലെ ടെർമിനോളജി അറിയില്ല. ഇഫ് ഐ എം ഭാജ്യം ആൻഡ് അഭാജ്യം. Prime number is known as അഭാജ്യ സംഖ്യ and composite number is known as which can be factorized. അതാണ് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും നമുക്ക്. പ്രൈം നമ്പേഴ്സിന് എന്താ വെച്ചാൽ ആ നമ്പറും 1 മാത്രമേ ഫാക്ടർ ഉണ്ടാവുള്ളൂ. 2, 1 and 2, 3, 1 and 3, 4 we have 1, 2 and 4, 3 factors. So it is a composite number. Clear ആയോ? Oh, clear ആയി മാം. Thank you. Okay. ഇംഗ്ലീഷില് പ്രൈം നമ്പർ പറയും. ഫാക്ടേഴ്സ് രണ്ടിലും കൂടുതലുള്ള 1 എല്ലാത്തിന്റെ ഫാക്ടർ ആണ്. പ്രൈം നമ്പേഴ്സിന് 1ഉം ആ നമ്പറും മാത്രമേ ഉണ്ടാവുള്ളൂ ഫാക്ടർ ആയിട്ട്. 1 തൊട്ട് 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 1 തൊട്ട് 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? ഇത് ഫസ്റ്റ് വരാവുന്നതാണ്. 1 തൊട്ട് 100 വരെ നമുക്ക് കൗണ്ട് ചെയ്ത് കൊടുക്കാൻ നേരം ഉണ്ടാവില്ല. ഫസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. 2, 3, 5, 7, 11, 13, 17, 19 പറഞ്ഞിട്ട് അങ്ങനെ പോകുമ്പോ നമുക്കത് പരീക്ഷയ്ക്ക് 100 വരെ കൗണ്ട് ചെയ്തെടുക്കാൻ നേരം ഉണ്ടാവില്ല.
ഇത് നോർമലി ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്നത് പ്രോബബിലിറ്റിയുടെ ഭാഗത്ത്. ഇപ്പൊ ഒരു 100 ടിക്കറ്റ് ഉണ്ടായി. ഐ ഹാവ് ടിക്കറ്റ്സ് നമ്പേർഡ് 1 to 100. ഞാൻ ഇതിനെ ഷഫിൾ ചെയ്തിട്ട് ഐ എം ടേക്കിംഗ് 1 ടിക്കറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. എനിക്ക് ഒരു പ്രൈം നമ്പർ കിട്ടാനുള്ള ചാൻസ്. ഈ ചോദ്യം കാണാറുണ്ട്, അതുകൊണ്ട് ഇത് വന്നപ്പോ അതിന്റെ റെഫറൻസ് പറയാണ്. 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട് 1 തൊട്ട് 100 വരെ. 1 തൊട്ട് 50 വരെ 15 പ്രൈം നമ്പേഴ്സ് ഉണ്ട് 15. അപ്പൊ ഒരു ലോട്ടില് 1 തൊട്ട് 100 വരെയുള്ള ലോട്ടിൽ എനിക്ക് പ്രൈം നമ്പർ കിട്ടാനുള്ള ചാൻസ് 25 ഔട്ട് ഓഫ് 100 ഓർ 1/4. 100 നമ്പറിൽ 25 എണ്ണം പ്രൈം ആയിരിക്കും. 50 വരെ പറയണേന്ന് വെച്ചാൽ 50 നമ്പേഴ്സിൽ 15 എണ്ണം പ്രൈം ആയിരിക്കും. സോ 50. നിങ്ങൾക്കുണ്ട് PSCക്ക് വരുന്നതാണ് അത്തരം ചോദ്യങ്ങൾ. എങ്ങനെ ഒരു കാർഡ്സ് ഇടണതും ഇതെടുക്കണതും ബോൾ എടുക്കണതും അതിൽ വരാവുന്നതാണ്. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. നെക്സ്റ്റ് വൺ 42. ഇതും ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചോദ്യ. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ ചെയ്ത് തീർക്കാം. ഒന്നും ചെയ്യാനില്ല, വെറുതെ ആൻസർ എഴുതാം. അറിയോ ആൻസർ? A person sells 2 watches for the same price. Both watches have been sold. Right. 1% loss. Right. If a person sells 2 watches or whatever it may be, 2 items at the same selling price, one at X% profit, other at X% loss, this person will be always at a loss of X square by 100%. ഇത് X plus Y plus XY എന്ന് വരുന്നതല്ല കേട്ടാ. ഒരു ഫോർമുല നമ്മൾ പെർസെന്റേജിൽ പഠിച്ചില്ലേ? X plus Y plus XY by 100% എന്നൊരു ഫോർമുല പഠിച്ചില്ലേ? ഇതിൽ നിന്നല്ല ഇത് വരുന്നത്. ഇതിലിട്ട കിട്ടും ആൻസർ, പക്ഷെ ഇതിൽ നിന്നല്ല ഇത് വരുന്നത്. ക്ലിയർ ആയോ? പെർസെന്റേജ് സെയിം ആണെങ്കിൽ മാത്രമാണ് ഇത്. ഈ ഫോർമുലയിൽ നിന്നല്ല. വി ഹാവ് എ ഡിഫറെന്റ് ഫോർമുല വിച്ച് ഇസ് എ കോംപ്ലിക്കേറ്റഡ് വൺ വിച്ച് യു ഡോണ്ട് ഹാവ് ടു ലേൺ. ബട്ട് ഈ കേസ് നിങ്ങൾക്ക് വരും. എ പേഴ്സൺ സെല്ലിംഗ് 2 items for the same price. One he incurs X% loss, other he incurs X% gain. He is always at a loss of X square by 100%. ഇനി ലാഭം നഷ്ടം ഡിഫറെന്റ് പെർസെന്റേജ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് നൈസ് ടു ഗോ ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ആൻഡ് ഡിസൈഡ് വെദർ ഇറ്റ് ഈസ്. ഫോർമുല ഞാൻ പറഞ്ഞുതരാം. 100 into P minus L minus 2PL by 100 plus P plus 100 minus, ഇങ്ങനെയാണ് ഫോർമുല ആക്ച്വലി. X ആവുമ്പോ X minus X minus X square ഇതിൽ നിന്ന് വന്നു തോന്നുന്നു. പക്ഷെ please do not make that mistake. It has not come from that formula. If a person sells 2 items for the same price, one at P% profit, other at L% loss, resultant loss or profit will be 100 into P minus L minus 2PL by 100 plus P plus 100 minus L. ഇത് പഠിക്കലോ ഓർമ്മിക്കലോ എളുപ്പമില്ല. I do it because I keep on doing it. അതുകൊണ്ടാണ് ഓർമ്മിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ലെവലിൽ ആവശ്യമില്ല. പക്ഷെ ഇതിൽ നല്ല വന്നേന്നുള്ളതൊന്ന് ഓർമ്മിച്ചു വെച്ചോളൂ. ക്ലിയർ ആയോ? ഈ ഫോർമുല നിങ്ങൾ യൂസ് ചെയ്യണതാണ്. ഇഫ് എ പേഴ്സൺ, ഒരാളുടെ സാലറി 10% കൂടി പിന്നെ 10% കുറഞ്ഞാൽ അയാൾക്ക് എപ്പോഴും 10 minus 10 minus 10 into 10/100 1% നഷ്ടം. അതുപോലെ ഇത് നമ്പറൊക്കെ കാണുമ്പോൾ അഗ്രി ചെയ്യും. പക്ഷെ അത് വരുന്നത് when P is equal to L ഇത് 0 ആയി പോകും. 100 into L minus L minus 2 into L into L by 100 plus L plus 100 minus L. ഇതെല്ലാം ക്യാൻസൽ ആയി പോയിട്ട് ഇത് 0 ആവും. minus 2L square by 200 വരുന്നതാണ്. അപ്പൊ ഈ 2-3 പോയിന്റ് എഴുതാണ്ട് ഈ ക്വസ്റ്റ്യനിലോട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആദ്യം എഴുതി വെച്ചോളൂ. ഇഫ് എ പേഴ്സൺ സെൽസ് 2 items at the same price, one at X% profit and other at X% loss,
there is always a loss of x square by 100%. Always loss. Selling price profit loss percentage വ്യത്യാസമാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടു വേണം ചെയ്യാൻ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, രണ്ട് ഐറ്റത്തിന്റെ കോസ്റ്റ് പ്രൈസ് സെയിം ആണ്. 2 items, cost price being same. One is sold at X% profit, other at X% loss. എന്തായിരിക്കും ഫൈനൽ എന്തായിരിക്കും? When ഇതില് സെല്ലിംഗ് പ്രൈസ് സെയിം ആയ പോലെ merchant bought 2 items for the same price. One he sold at X% profit, other at X% loss. What will be his resultant profit or loss? എന്തായിരിക്കുക? X square plus X square by 100%. അല്ലല്ല 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് 10% പ്രോഫിറ്റിൽ വിറ്റ് 110 രൂപ കിട്ടി. ആണോ? എക്സ് സ്ക്വയർ ബൈ 100 വരെ സെല്ലിംഗ് പ്രൈസ് വരുമ്പോഴാണ് ഇത് 3 കേസ് ചോദിക്കും. ഇതില് 2 ഐറ്റത്തിന്റെ കോസ്റ്റ് പ്രൈസ് സെയിം ആയിട്ട് ഒരേ സെല്ലിംഗ് ഒരു പെർസെന്റേജ് X% പ്രോഫിറ്റിന് ഒരെണ്ണം വിറ്റു, X% ലോസിന് ഒരെണ്ണം വിറ്റു. ദിസ് പേഴ്സൺ ഈസ് അറ്റ് നോ പ്രോഫിറ്റ് നോ ലോസ്. ക്ലിയർ ആയോ? നമുക്ക് ചെയ്ത് നോക്കാം. ഇത് സെല്ലിംഗ് പ്രൈസ് സെയിം ആയിരിക്കുമ്പോഴാണ് ഈ കേസ് വരിക. ഇനി കോസ്റ്റ് പ്രൈസ്, 2 ഐറ്റത്തിന്റെ കോസ്റ്റ് പ്രൈസ് ഒരെണ്ണത്തിന് 100 രൂപ, മറ്റതിന് 100 രൂപ. 2 ഐറ്റം, ഐറ്റം 1 ആൻഡ് ഐറ്റം 2. ഒരെണ്ണത്തിൽ 10% പ്രോഫിറ്റ്, ഇതിന് 10% ലോസ്. ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കുക? 10% പ്രോഫിറ്റ് ഉള്ളതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 100 രൂപയുടെ ഐറ്റം 10% പ്രോഫിറ്റിൽ വിറ്റാൽ 110. 110. 100 രൂപയുടെ ഐറ്റം 10% നഷ്ടത്തിൽ വിറ്റാലോ? 100 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. 10 രൂപ നഷ്ടമായി. അപ്പൊ എത്ര രൂപ കിട്ടും? 90 രൂപ. അപ്പൊ അയാൾക്ക് ടുഗദർ എത്ര കിട്ടി? അയാൾക്ക് ആകെ ചെലവായത് 200 രൂപ. അയാൾക്ക് ആകെ കിട്ടിയതോ 200. അപ്പൊ അയാൾക്ക് ലാഭം നഷ്ടമുണ്ടോ? ഇല്ല. അപ്പൊ 3 കേസായിട്ട് പഠിക്കണം. When a person buys 2 items for the same price, one he sold at X% profit, other he sold at Y% loss, X% loss. Percentage രണ്ടും സെയിം ആണെങ്കിൽ there is no profit, no loss. When a person sells 2 items for the same price, selling price രണ്ടും സെയിം ആയാൽ one at a profit of X%, other at a loss of X%, this person is always at a loss of X square by 100%. Clear ആയാ? ക്ലിയർ ആയില്ലേ മാം? ക്ലിയർ ആയിട്ടില്ലേ? ഇല്ല. സാരമില്ല, നമുക്ക് പഠിക്കാം. സെല്ലിംഗ് പ്രൈസ് ഇതുപോലെ അങ്ങ് പഠിച്ചോ. സെല്ലിംഗ് പ്രൈസ് സെയിം ആണെങ്കിൽ ഇത് പിന്നെ നിങ്ങൾക്ക് 500 രൂപ തന്നതേ ചിലപ്പോ ഒരു 2 വീട് വിറ്റു 3,25,620 എന്നൊക്കെ പറഞ്ഞ് എഴുതി വരും. A person sold 2 houses at 3,25,600. One he got profit of 10%, other he got profit of 10, loss of 10%. അപ്പൊ നമുക്ക് ആ വാല്യൂനെ ടച്ച് ചെയ്യാനേ ഇല്ല. ഓൾവേസ് സെല്ലിംഗ് പ്രൈസ് സെയിം ആണെങ്കിൽ X% പ്രോഫിറ്റ് X% ലോസിലാണ് രണ്ടും കൊടുത്തേക്കണേ വിചാരിച്ചാൽ that person will be always at a loss of 1 X square by 100%. 10% ആണെച്ചാൽ 10 into 10 by 100, 1%. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി പറയുന്നത് സെല്ലിംഗ് പ്രൈസിന്റെ കാര്യമല്ല. 2 ഐറ്റത്തിന്റെ കോസ്റ്റ് പ്രൈസ് സെയിം ആണെങ്കിൽ ഒരൈറ്റം X% പ്രോഫിറ്റിന് വിറ്റു, അടുത്ത ഐറ്റം X% ലോസിന് വിറ്റു.
അപ്പൊ അയാൾക്ക് എന്തുണ്ടാവുക? No change. നോ പ്രോഫിറ്റ് നോ ലോസ്. No loss. ക്ലിയർ ആയോ? Okay, ma'am. അന്നത്തെ എഴുതി വെച്ചോ, ഇത് പഠിക്കണം. When two items are sold for the same selling price, selling price സെയിം ആയിട്ട് ഒരൈറ്റത്തിന്റെ മുകളിൽ X% പ്രോഫിറ്റും മറ്റേ ഐറ്റത്തിന്റെ മേളിൽ X% ലോസും വന്നാൽ always at a loss of X Loss of square X by square 100. by 100%. പ്ലസ് ഒന്നുമില്ല ഇവിടെ, X square by 100. 100%. 100%. കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ രണ്ട് ഐറ്റത്തിന്റെ കോസ്റ്റ് പ്രൈസ് സെയിം ആണ്. ഒരെണ്ണത്തിൽ X% ലോസും മറ്റതിൽ X% ഗെയിനും ആണെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് അറ്റ് നോ പ്രോഫിറ്റ് No profit, no loss. നോ No ലോസ്. loss. സെല്ലിംഗ് പ്രൈസിന് നിങ്ങൾക്ക് ഇത് മാത്രമേ വരുള്ളൂ. പെർസെന്റേജ് വ്യത്യാസമായിട്ട് കണ്ടിട്ടില്ല. പെർസെന്റേജ് വ്യത്യാസമായിട്ട് വന്ന കോസ്റ്റ് പ്രൈസ് കണ്ട് ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. സോ നോർമലി സെല്ലിംഗ് പ്രൈസിന്റെ കാര്യത്തിൽ പ്രോഫിറ്റും ലോസും ഒരുപോലെ വെച്ചിട്ടാണ് തരിക. ഇനി കോസ്റ്റ് പ്രൈസിന്റെ കാര്യത്തിൽ നമുക്ക് രണ്ടും വരാം, പ്രോഫിറ്റും ലോസും വ്യത്യാസമായി വരാം. അവിടെ കോസ്റ്റ് പ്രൈസ് ബീയിങ് സെയിം, one is sold at X% gain and other at Y% loss. Overall എന്തായിരിക്കും? X ഉം Y ഉം ഡിഫറെന്റ് ആണെങ്കിൽ it will be half of X plus minus Y. X plus minus Y ഇട്ടിട്ട് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ അത് ഷെയർ ചെയ്യും. അതിന്റെ പ്രോഫിറ്റും ലോസും ഉള്ളത് ഷെയർ ചെയ്ത് വരിക. ഫൈനലി നെഗറ്റീവ് വന്ന ഗെയിൻ ആണ് കൂടുതൽ വെച്ചാൽ ഗെയിൻ കിട്ടും, ലോസ് ആണ് കൂടുതൽ പറഞ്ഞു വെച്ചാൽ ലോസ് ആയിരിക്കും. ഹാഫ് ഓഫ് X plus Y ആണ്. പ്ലസ് വൈ ഇടുമ്പോ ലോസും മൈനസ് ആയിട്ട് എടുക്കണം. ലോസ് ഈസ് ഓൾവേസ് പോസിറ്റീവ് പ്രോഫിറ്റ്, നെഗറ്റീവ് പ്രോഫിറ്റ്. ഒരു ഫോർമുല നോക്കാം. എക്സും വൈ അല്ലാണ്ട് നോക്കി ചെയ്യാം. ഒരെണ്ണത്തിൽ 20% പ്രോഫിറ്റ്, ഒരെണ്ണത്തില് 20% ലോസ്. അപ്പൊ എന്തായിരിക്കും നമുക്ക് ഈ കേസ് എന്താ? കോസ്റ്റ് പ്രൈസ് രണ്ടും സെയിം. 20% പ്രോഫിറ്റ്, 20% ലോസ്. നോ പ്രോഫിറ്റ് നോ ലോസ്. No loss. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ഇത് ഫോർമുല ഒന്ന് വെച്ച് എഴുതി പഠിക്കണ്ട. ഇനി 20% പ്രോഫിറ്റ് ഒരെണ്ണത്തുമ്മേ 10% ലോസ്. ഇയാൾക്ക് എന്തായിരിക്കുക? ഫൈനലി he will have half of 20 minus 10 which is 5% ഗെയിൻ ആയിരിക്കും. പോസിറ്റീവ് അല്ലേ വരുന്നത്? ഇനി ഇതിന് പകരം 10% പ്രോഫിറ്റ്, അതർ വിൽ ബി 20% ലോസ് ആണെങ്കിലോ half of 5% 10 minus 20. 5% loss. ആ മൂന്ന് കേസിലും ഇപ്പൊ നമ്മളോട് ചോദിച്ചേക്കണ ഒരു ക്വസ്റ്റിനേ ഉള്ളൂ. ഈ ക്വസ്റ്റിൻ അടുത്ത തവണ വേറെ രീതിയിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് കിട്ടണം സെല്ലിംഗ് പ്രൈസ് ഓഫ് ടു ഐറ്റംസ് ബീയിങ് സെയിം, വൺ ഈസ് അറ്റ് X% പ്രോഫിറ്റ്, അതർ ഈസ് Y% പ്രോഫിറ്റ് സോൾഡ്. സെല്ലിംഗ് ആണ് ചെയ്യുന്നത്, എല്ലാ കേസിലും സെല്ലിംഗ് ആണ്. പക്ഷെ ഒരെണ്ണത്തില് സെല്ലിംഗ് പ്രൈസ് സെയിം ആവുന്ന കേസാണ്. സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് ഓൾവേസ് അറ്റ് എ ലോസ് ഓഫ് X square by 100%. When it is cost price being same, one is sold at X% profit, other is at X% loss, always at a no profit, no loss condition. One is X% profit, other is Y% loss ആണെങ്കിൽ അതിന്റെ ഹാഫ് എടുക്കണം. It will be shared between the two. Half of X plus minus Y because loss is being considered as negative factor. അത് പോസിറ്റീവ് ആണ് വരണെച്ചാൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണ് വരണെച്ചാൽ നെഗറ്റീവ്. ഇനി ഇത് രണ്ട് ലോസ് പ്രോഫിറ്റ് വരാം. 20% പ്രോഫിറ്റ്, 10% പ്രോഫിറ്റ് വരാം. ഒരെണ്ണത്തിന് 10-20% പ്രോഫിറ്റ്, അതും അടുത്തതും 10% പ്രോഫിറ്റ് ആണെങ്കിൽ ടുഗദർ എത്തിയായിരിക്കും അവർക്ക് കിട്ടുക 10 + 20 + 10 15% പ്രോഫിറ്റ്. ഷെയർ ചെയ്യണം, 30 കിട്ടില്ല, രണ്ടിനും കൂടെ ഷെയർ ചെയ്യുമ്പോൾ 15%. രണ്ട് ലോസ് ആവാം, അപ്പോ മൈനസ്. ലോസ് വിൽ ബി ട്രീറ്റഡ് ആസ് നെഗറ്റീവ് പ്രോഫിറ്റ്. ഹാഫ് ഓഫ് X plus Y എന്ന് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഹാഫ് ഓഫ് whatever comes will be shared between the two. 10% profit, 10% loss, nothing.
plus 10 minus 10 പോയി, no profit, no loss. 10% profit, 5% loss will be 10 minus 5. 10 plus minus 5 വരുമ്പോ ലോസ് വരുമ്പോ നെഗറ്റീവ് ആയിട്ട് ചെയ്യാം. ഓക്കെ ആയോ? ഓക്കെ മാം, ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റിൽ പോകും. അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമുള്ളത്, ഒരു വലിയ കാര്യമായിട്ടൊന്നും ചെയ്യല്ല, ഒരു ഫ്രാക്ഷന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ. സീത ഒരു കേക്ക് ആദ്യം നേരത്തെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് കേക്ക് ഒക്കെ കട്ട് ചെയ്തിരിക്കുന്ന സമയം ഇറ്റ്സ് വെരി ഈസി ടു ഡു ഇറ്റ്. Half of the cake, she made it 20 pieces, and each piece 20 gram 7 pieces. First, she cut the cake into 2 halves, equal halves, and 1 half she cut it into 7 pieces having 20 gram. അപ്പൊ കേക്കിന്റെ തൂക്കം എത്രയാണ്? എത്രയാണ്? 280. ഉറപ്പ് പറയാ, ശരിയാ. Half of the cake. Half the cake is 20 into 7, 140 gram. So cake will be 140 into 2, 280 gram. Okay? Clear ആയോ? ഓക്കെ. നോക്ക്, അടുത്ത ഒരു ഫിലിന്റെ സീരീസിന്റെ ചോദ്യം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്. ക്വസ്റ്റ്യൻ പേപ്പർ വെരി ഈസി ആണ് എനിക്ക് തോന്നുന്നത്. ചില ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഇതിപ്പോ ഈ 42 എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കും സമയവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചേക്കുക. ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാണ് ചെയ്യണ്ടേ. യു ഡോണ്ട് ഹാവ് ടു ഡു ആൻഡ് കാൽക്കുലേറ്റ് എനിത്തിങ്. അതിൽ കോസ്റ്റ് പ്രൈസ് ഒക്കെ കാണാൻ പോയ സമയം പോകും.